നമ്മുടെ വരുമാനം, അതായത് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ടല്ലോ. വേറെ ഒന്നുമല്ല, നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നികിട ചേച്ചിനെയും നിഖിലിന്റെ ഫാമിലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൂട്ടാത്തത് കൂടുതലും? എടി നിഖി, നിന്നോടൊരു കാര്യം പറയട്ടെ. നിന്റെ സംസാരം എത്ര ബോറാണെന്നറിയോ നിനക്ക്? നീ എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ടാ സംസാരിക്കണമെന്ന് അറിയാമോ? എന്റെ സംസാരം എന്താ ബോറ്? പിന്നെ നീ ഇത് കാണുന്നില്ലേ? ഇത് കണ്ട, നിഖിന്റെ സംസാരം ബോറാണ്. വീഡിയോക്ക് വേണ്ടി ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നു. ശരിക്കും വീട്ടിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനാ പറയുന്നത്. കമന്റ് വന്നതാണല്ലേ, അല്ലാണ്ട് ഓപ്പ പറഞ്ഞതല്ലല്ലോ. ഞാൻ പറഞ്ഞല്ല, കമന്റിൽ പറഞ്ഞതാണ്. ഞാനാകെ പേടിച്ചു പോയി കേട്ടാ. കമന്റ് വന്നതാണെങ്കിൽ കുഴപ്പമില്ല, അവരോട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതെ, അപ്പൊ കുറെ ആയി നമുക്ക് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം എന്നുണ്ട് നിങ്ങളോട് എല്ലാവരോടും. അപ്പൊ ഇന്നാണ് ഒരു സമയം കിട്ടിയത്. നമുക്ക് ഇന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? അല്ലെ, വിശദമായിട്ട് ഇരുന്നങ്ങ് സംസാരിക്കാം. അപ്പൊ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞല്ല, അപ്പൊ അത് പറയാൻ വേണ്ടി ഞങ്ങളോട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ നിഖി, നിനക്ക് എന്ത് തോന്നുന്നു ഈ കമന്റുകളൊക്കെ കണ്ടിട്ട്? എന്താ നിനക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ ഞാനൊരു കാര്യം ഓപ്പനോട് ചോദിക്കട്ടെ. ഓപ്പക്ക് എന്താ തോന്നുന്നത് ഈ കമന്റ് കണ്ടിട്ട്? ഓപ്പക്ക് എന്ത് തോന്നുന്നു? ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോഴും ഇപ്പോഴും ഉള്ള എന്റെ സംസാരത്തിൽ എവിടെയാ ആർട്ടിഫിഷ്യൽ ഉണ്ടായത് ഒന്ന് ഓപ്പ പറഞ്ഞ ആദ്യം. ഞാൻ എന്നെ പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ സ്വയം പുകഴ്ത്തുന്നതെന്ന്. അപ്പം എന്തായാലും, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ ന്യായീകരിക്കുന്നതെന്ന് വിചാരിക്കണ്ട. അപ്പൊ ഓപ്പ പറയട്ടെ, എന്നിട്ട് ബാക്കി കാര്യം ഞാൻ പറയാം. എനിക്ക് ഇതിനകത്ത് എന്താ പറയണ്ടേ? നീ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയാണ് പറയേണ്ടത്. എന്നാലും എന്റെ ഒരു ഇത് ഞാൻ പറയാം. ഇവളെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷവും 11 വർഷം കഴിഞ്ഞു അല്ലേ? 12 വർഷവും പിന്നെ അതിനു മുമ്പ് അപ്പൊ അതിനു മുമ്പുള്ള ഒരു 5 വർഷം പ്രേമിക്കുന്ന സമയത്ത്, അങ്ങനെ ഏതാണ്ട് ഒരു 17 വർഷമായിട്ട് ഇവളെ എനിക്കറിയാം. അപ്പൊ ഈ 17 വർഷത്തിനിടക്ക് പണ്ട് ഇവളെങ്ങനെ സംസാരിച്ചിരുന്നത് എന്നോട്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വ്ളോഗിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നിങ്ങളോടായിട്ടും സംസാരിക്കുന്നതായിട്ട് തോന്നുന്നത്. അവള് വീട്ടിലായാലും അല്ലെങ്കിൽ ഇനിയിപ്പോ വീഡിയോയിലായാലും ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. വേറെ ഒരു രീതിയിൽ ഇവള് സംസാരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവളുടെ സംസാര രീതി ഒന്നും മാറ്റാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഇതുവരെ നടന്നിട്ടുമില്ല. ഇവള് കളക്ടറായിട്ട് ഒരു സ്കിറ്റിൽ നമ്മൾ അഭിനയിപ്പിച്ചപ്പോ കൂടി ഞാൻ ഒരു കളക്ടർ പറയുന്ന പോലെ പറയടി എന്ന് പറഞ്ഞിട്ട് വരെ ഇവള് ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു ഇതും തോന്നിയിട്ടില്ല. നീ പറ. എനിക്ക് ഈ പറഞ്ഞതെല്ലാം തന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത്, വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, കുടുംബത്തിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, എന്തിനാ അറിയുന്ന ഓപ്പനോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും സംസാരിക്കുന്നത്. വീഡിയോക്ക് വേണ്ടി ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരം ബോറാണ്. അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ആർട്ടിഫിഷ്യലായി സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കമന്റ്സ് എല്ലാം ഉണ്ടാവാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പക്ഷേങ്കിൽ ഞാനപ്പോൾ ചിന്തിക്കും, അയ്യോ ഇവള് ഞാൻ എങ്ങനെ സംസാരിക്കണ്ടേ? ഇവളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പണ്ടോട്ട് നമ്മുടെ വീഡിയോ കാണുന്നിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഇവള് വീഡിയോയിലേക്ക് മുമ്പിലേക്ക് വരാത്ത ഒരാളായിരുന്നു. സംസാരിക്കാൻ മടിയുണ്ട്, സംസാരിക്കാനുള്ള മടിയുണ്ട്. ഓപ്പ ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് ഓപ്പക്കുള്ള ഏറ്റവും വലിയ എന്നോടുള്ള പരാതി, നീ എന്നോട് സംസാരിക്കുന്ന അത്ര പോലും എൻ്റെ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടോ സംസാരിക്കില്ലല്ലോ എന്നാണ് ഓപ്പ പറയല്. നീ എന്താ ആരോടും ഒന്നും സംസാരിക്കാത്ത? അതായത് ഓപ്പേൻ്റെ ചേച്ചിമാരും കുടുംബത്തിൽ ആരെങ്കിലും അല്ല എന്തെങ്കിലും അടുത്താണല്ലോ വീട്, അപ്പൊ അവരെല്ലാം എന്തെങ്കിലും ഫംഗ്ഷന് വന്നാൽ തന്നെ ഞാൻ അവരോട് ആരോടും മിണ്ടൂല. അപ്പൊ പറയും നീ എന്താ അവരോട് മിണ്ടാഞ്ഞ്, നിനക്കെന്താ സംസാരിച്ചൂടെ എന്നല്ല പറയില്ലേ. അന്നും ഞാൻ ഇപ്പോഴാണ് പിന്നെയും ഇങ്ങനെ കൊറേ സംസാരിക്കാൻ. അല്ല അതല്ല, ഈ സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ അതാ പറഞ്ഞു വന്നത്. ഇവളപ്പൊ ഈ സംസാരം ഇവൾക്ക് ആദ്യം ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം ഇവള് ഞാൻ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇവള് ആദ്യമായിട്ട് ഒരു വീഡിയോയില്, ഒരു ചെടീന്റെ ഒക്കെ വീഡിയോയിൽ നിന്നപ്പോ ഒരുപാട് പേര് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മള് മഴയിൽ മനോരമ പോയപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ അതൊന്നും കൂടി പറയേണ്ട കാര്യം വന്നു, അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. അപ്പൊ അന്ന് ആ സമയത്ത് ഫസ്റ്റ് ഇവിടെ വീഡിയോ ചെയ്തപ്പോ അന്ന് കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിരുന്നു സംസാരം ബോറാണ് അല്ലെ. പിന്നെ അറിയുന്ന ആൾക്കാരും ഒക്കെ പറഞ്ഞിരുന്നു നിഖി എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇവള് ആകെ ഡെസ്പായി. ഇവള് പറഞ്ഞു ഞാൻ ഇനി മിണ്ടേയില്ല വീഡിയോയിൽ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞാനാണ് ഇവളെ മോട്ടിവേറ്റ് സ്കൂട്ടി വീഡിയോസ് എല്ലാം ചെയ്ത സമയത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് സംസാരിക്കുമ്പോ ഓപ്പ മോട്ടിവേഷൻ ചെയ്തത് കൂടാണ്ട് വീഡിയോസിൽ ഒരുപാട് കമന്റുകൾ വരാൻ തുടങ്ങി. നമ്മളെ വീഡിയോസിൽ തന്നെ ഒരുപാട് കമന്റ് വരാൻ തുടങ്ങി. നിഖിന്റെ സംസാരം നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടി, അങ്ങനെ സംസാരിക്ക് എന്നെല്ലാം പറഞ്ഞ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, നമ്മളൊരു നമ്മൾക്ക് നല്ലത് ഉണ്ട് എന്ന് ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് വീഡിയോന്റെ മുന്നിലായാലും നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് തന്നത് നിങ്ങളാണ്. അപ്പൊ അതിലൊരു
കുറച്ച് ആൾക്കാര് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് വേറൊരു കാര്യം. എല്ലാവരും നമ്മളെ ഭാഷ ഇഷ്ടപ്പെടണം, സംസാരം ഇഷ്ടപ്പെടണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പറഞ്ഞതും വളരെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരിൽ നിന്ന് കുറച്ച് പേര് മാത്രം അങ്ങനെ പറയുന്നുള്ളേ. ബാക്കിയുള്ള എല്ലാവർക്കും പൊതുവേ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് അധികം ഉണ്ടാവാറില്ല. ഒന്നും ഒറ്റയെല്ലാം ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഈ സംസാരത്തിന്റെ കാര്യം പറഞ്ഞ സത്യാവസ്ഥ അതാണ്. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂർ നിങ്ങൾ എന്റെ കൂടെ വന്ന് ചെലവഴിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് പേര് വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോ. ഒരുപാട് പേര് വീഡിയോ എടുക്കാണ്ടും അല്ലാണ്ടൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പറയലെന്നെ നമ്മളോട്, വീഡിയോയിലുള്ള പോലെ തന്നെയാണല്ലേ സംസാരിക്കല്, ഇങ്ങനെ തന്നെയാണല്ലേ വിളിക്കല്, ഓപ്പൻ തന്നെയാണല്ലേ വിളിക്കല്, അല്ലെങ്കിൽ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ, വീഡിയോയിലുള്ള പോലെ തന്നെയാണല്ലേ എന്നാണ് എല്ലാവരും പറയാറ്. വീഡിയോക്ക് വേണ്ടി ഞങ്ങള് ഒന്നും ചെയ്യാറില്ല. അതായത് പ്രത്യേകിച്ച് നമ്മുടെ വ്ളോഗ് ചിലപ്പോ നമ്മൾ വീട്ടിൽ ഏത് ഡ്രസ്സ് ഇട്ടിക്കണേ എങ്ങനെ ഉണ്ടാവുന്ന ഇപ്പൊ ഒരു വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പൊ എടുക്കുകയാണ്. അല്ലാതെ അതിനു വേണ്ടി മുൻകൂട്ടി ഒരു കാൽക്കുലേഷനോ അല്ലെങ്കിൽ വേറെ ഒരു രീതി ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. നമ്മളെന്താണോ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്യാറ്. ഇപ്പൊ ഇത് പറയാൻ വേണ്ടി ഇപ്പൊ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എടുക്കുന്നത് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വ്ളോഗ് എടുക്കാന്ന്. അതുകൊണ്ട് ഇപ്പൊ കുളിച്ചതുകൊണ്ട് ഇപ്പൊ ഒന്ന് നമ്മളൊന്ന് എല്ലാവരും നമ്മളൊന്ന് കുളിച്ച് മാറ്റിയല്ലോ നമ്മള്. അത് സ്ത്രീകള് അങ്ങനെയല്ലേ, അങ്ങനെയല്ല പൊട്ട് തൊടാത്തിയും പൗഡർ ഇടാത്തിയും മേക്കപ്പ് ഇടാത്തിയും ആരാ സ്ത്രീകൾ ഉള്ളത്? നമ്മളൊരു ഇഷ്ടല്ലേ അത്. അപ്പൊ നമ്മളങ്ങനെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ടായിട്ട് നമ്മള് ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഇന്നത് ചെയ്യണം, ഇങ്ങനെ സംസാരം പഠിച്ചു വെക്കണം എന്നൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് സംസാരത്തെ പറ്റി പറയാനുള്ളത്. സംസാരം ബോറാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നു, മാറ്റി സംസാരിക്കുന്നു പറഞ്ഞാല് അത് എങ്ങനെ മാറ്റി സംസാരിക്കണം എന്നും കൂടി നിങ്ങൾ പറഞ്ഞു തരണം. അങ്ങനെ പറയുന്നവരോട് മാത്രമാണ്, എല്ലാവരോടും അല്ല. കാരണം അവൾക്ക് വേറെ രീതിയിലുള്ള സംസാരിക്കാൻ അറിയില്ല. ഇതാണ് അവളുടെ ജനിച്ചപ്പോ തൊട്ട് വായ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് സംസാരിക്കണ ഇങ്ങനെയാണെന്ന് ഇവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ് 17 വർഷമായിട്ടുള്ള ഞാനും പറയുന്നു. കൂടുതൽ മാറ്റാനൊന്നും കഴിയില്ല, മാറ്റേണ്ടി വരും. അതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറെ വഴിയില്ല, അവൾക്ക് അങ്ങനെ സംസാരിക്കാൻ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെടാത്തവര് എന്റെ സംസാരം വരുമ്പോ വീഡിയോ സ്കിപ്പ് ചെയ്തോ, അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പൊ സംസാരത്തിന്റെ കാര്യം അതാണ്. പിന്നെ വേറെ ഉണ്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. കുറച്ച് കമന്റുകൾക്ക് മറുപടി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നെഗറ്റീവ് കമന്റ്സിന് മാത്രല്ല കേട്ടാ, അറിയാത്ത കമന്റ്സിനും ഇപ്പൊ നമ്മള് മുമ്പേ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നമ്മൾ പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ടോ, വീഡിയോ കാണുന്നവരുണ്ടോ, അവർക്ക് ചിലപ്പോ നമ്മളെ പറ്റി ഫുൾ ആയിട്ട് അറിയണമെന്നില്ല. ഇപ്പോഴും ചോദിക്കാറുണ്ട് പേരെന്താണെന്നെല്ലാം ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പുതുതായിട്ട് വന്നിട്ടല്ലേ. അപ്പൊ അവർക്ക് വേണ്ടിട്ടും കൂടിയാണ് ഈ പറയുന്നത്. ഒരു 1-2 കമന്റ്സുകൾ ഞാൻ ഹേർട്ട് ചെയ്ത സത്യം പറഞ്ഞ 2-3 കമന്റ്സ് ഉണ്ട്. അതും പറയാം. പിന്നെ വീഡിയോയില് തന്നെ ഒരുപാട് പേര് ചോദിക്കലുണ്ട്, വീഡിയോയിൽ നേരിട്ട് കാണുന്നവരും ചോദിക്കലുണ്ട്, ഈ വീഡിയോയിൽ അഭിനയിക്കുന്നതെല്ലാം നിങ്ങളെ സ്വന്തം അച്ഛനും സ്വന്തം അമ്മയെല്ലാം തന്നെയാണോന്ന്. അതെ കേട്ടാ, നമ്മളെ ഫാമിലി തന്നെയാണ് ഞങ്ങളോട് അഭിനയിക്കല്, പുറത്തുനിന്ന് ആരുമില്ല അല്ലെ. പുറത്തുനിന്ന് ആരുമില്ല. ഇവളുടെ അച്ഛനും അമ്മയും എന്റെ വീട്ടിൽ കാണുന്നത് എന്റെ അച്ഛനും പിന്നെ ഇവിടെ എന്റെ അച്ഛനും അമ്മയും പെങ്ങളും അളിയനും മക്കളും ഇതൊക്കെ തന്നെ, വേറെ ആരും പുറത്തുനിന്ന്. പിന്നെ എന്റെ മാമൻ അമ്മായി അവരെ മോള്, പിന്നെ അമ്മു എന്റെ ചിറ്റേന്റെ മോള്. അതായത് ആരാണെന്ന് ഇപ്പോഴും കമന്റ്സ് കാണാം. അതിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ റിപ്ലൈ കൊടുക്കലുണ്ട്. അമ്മു ഇവളുടെ അമ്മേന്റെ അനിയത്തിന്റെ മോള്. അതും പറയാം, അമ്മുന്റെ അമ്മ ഇവളുടെ ചിറ്റ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നീ ആ കമന്റ്സ് എടുക്കുന്ന നോക്കാലോ നമുക്കല്ലേ. അപ്പൊ കമന്റ്സിന്റെ മറുപടി അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സിന്റെ മറുപടി എന്നുള്ളതല്ല. ചിലപ്പോ ഈ കമന്റ്സ് ഇവരിട്ട് കഴിയുമ്പോ അതിന് കുറെ ലൈക്സ് എല്ലാം കാണാം. ഒരു നെഗറ്റീവ് കമന്റ് വരുമ്പോ അതിനെ പിടിച്ചിട്ട് കുറെ ലൈക്സ് എല്ലാം കാണാം. അപ്പൊ അവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുന്നില്ല അതിനർത്ഥം അല്ലെ. അപ്പൊ വേറെ ഒരു 1-2 കമന്റ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്ത ഒരു കമന്റ് ആണ്. ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് മക്കളെ കൂട്ടാണ്ട് ഞങ്ങള് തൃശ്ശൂര് ഇതിന് പോയത് അല്ലെ, മലപ്പുറത്ത് ഒരു ആഡിന് വേണ്ടിട്ട് പോയപ്പോ ഞങ്ങള് മക്കളെ കൂട്ടാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് ഓപ്പനോട് പറഞ്ഞതായിരുന്നു. പക്ഷെ ഓപ്പന്റെ ഇഷ്ടത്തിനാണ് ഓപ്പ അത് വീഡിയോ എടുത്തത്. അതിനെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്. വേറെ ഒന്നല്ല, അതിനകത്ത് വന്ന കമന്റ്സ് ഉണ്ട്, വായിച്ചു നീ. ഇതൊക്കെ കുറച്ച് കൂടുതൽ ഓവറാണ്, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ മക്കൾ, പിന്നെ ഇത്ര ഓവറാക്കി കരഞ്ഞു മെഴുകി നിങ്ങൾക്ക് പോവാതിരുന്നൂടെ? അപ്പൊ നിങ്ങൾക്ക് ആഡ് അല്ലേ മക്കളെക്കാളും വലുത്, പിന്നെ എന്തിനാ നികിച്ചേച്ചി നിങ്ങൾ ഇങ്ങനെ ഓവറാക്കുന്നത്?
അത് ചിലപ്പോ അങ്ങനെ അത് കണ്ടപ്പോ നിങ്ങക്ക് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടാവും, നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഓരോ ആളുകളുടെയും ഫീലിങ്സ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഏതൊരു അമ്മക്കായാലും അച്ഛനായാലും, അച്ഛനേക്കാൾ ഉപരി അമ്മമാർക്ക് മക്കളെ പിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമം തന്നെയാണ്. അന്ന് ഞങ്ങള് ജസ്റ്റ് ഒരു രാത്രി മക്കളെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കുണ്ടായ വിഷമം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അന്ന് കുറേ കമന്റ്സ് ഉണ്ടായി, അപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ അഭിനയം കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഗൾഫിൽ മക്കളെ പിരിഞ്ഞ് നിൽക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്. അത് ചിലപ്പോൾ ഗൾഫിൽ മക്കളെ പിരിഞ്ഞ് നിൽക്കുന്ന ഓരോ അമ്മമാരും ചിലപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഒരു ദിവസം പിരിഞ്ഞ് നിൽക്കുന്നതിനാണ് അവർ ഇത്രയും വിഷമിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും. ഇപ്പം ചിലപ്പോൾ ഞാൻ ഗൾഫിലാണെങ്കിൽ അല്ലെങ്കിൽ നിഗി ഗൾഫിലാണെങ്കിൽ ഒരു ദിവസം മക്കളെ പിരിഞ്ഞിരിക്കുന്ന വിഷമം ആരെങ്കിലും കാണിക്കുമ്പോൾ നിഗി ചിന്തിക്കും, ഓ ഇവിടെ ഞാൻ വർഷങ്ങളായി പിരിഞ്ഞിരിക്കുന്നു, ഇതല്ലേ വലിയ വിഷമം. നിങ്ങൾ ചിന്തിച്ചു, തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതെന്താണെന്ന് അറിയാമോ, എല്ലാം നമുക്കൊരു ശീലമാകലാണ്. നമ്മള് ഇപ്പൊ ഗൾഫിൽ, ഇപ്പൊ നിഗി ഗൾഫിൽ പോകുന്നുണ്ട്, അന്ന് ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പോകുന്നതിന് പകരം നിഗി ഗൾഫിലാണ് പോകുന്നതെന്ന് കൂട്ടിക്കോ, ജോലിക്കായിട്ട്. ഇതേ ഫീലിങ്സ് ആയിരിക്കും. ഫസ്റ്റ് പോകുമ്പോ ഉണ്ടാവണം ഫീലിങ്സ് ഒന്നായിരിക്കും. കാരണം നമുക്ക് ഇപ്പൊ പോയി വന്നു കഴിയും, നാളെ കാണാലോ എന്നാണെങ്കിൽ പോലും ആ പിരിഞ്ഞു നിൽക്കുന്നിടത്ത് ഉണ്ടാവുന്ന ആ ഒരു വിഷമം ഉണ്ടല്ലോ, അത് ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നമ്മളെ മക്കളെ മറക്കുന്നല്ല അർത്ഥം. നമ്മൾ നമ്മുടെ ജോലിയിൽ മുഴുകി എല്ലാ ദിവസവും വിളിച്ച്, വേറെ വഴിയില്ല, നമുക്ക് എല്ലാവർക്കും ജീവിക്കണമല്ലോ. മക്കളെ കഷ്ടപ്പെട്ട് നോക്കാൻ കൂടിയാണ് എല്ലാവരും ഗൾഫിലൊക്കെ പോയിട്ടും പിരിഞ്ഞൊക്കെ നിൽക്കേണ്ടി വരുന്നത്. അവരെയൊക്കെ നമ്മൾ എന്താ പറയുക, ഒരുപാട് ബഹുമാനത്തോടെ കാണും നിങ്ങളെല്ലാവരും. കാരണം അതിന്റെ വിഷമം എത്രത്തോളം ഉണ്ടാവണമെന്ന് ഓരോ മാതാപിതാക്കൾക്കും മനസ്സിലാവും അല്ലേ. അപ്പൊ നമ്മളൊരു അച്ഛനും അമ്മയാണ്, നമുക്കും അത് മനസ്സിലാവും. അപ്പോൾ അന്ന് ഉണ്ടായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ്, അത് അന്ന് പറഞ്ഞിരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ വേറെയും കമന്റ് വന്നിട്ടുണ്ടായി, ഇതിനു മുമ്പ് നിങ്ങൾ മക്കളെ പിരിഞ്ഞ് നിന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ഓവർ ആക്കുന്നത്. ഇതിനു മുമ്പ് നമ്മള് മക്കളെ പിരിഞ്ഞ് രാത്രി നിന്നിട്ടില്ല. അതെ, ഒരു രാത്രി പോലും അവരെ പിരിഞ്ഞ് ഞങ്ങള് നിന്നിട്ടില്ല. അവരെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോവും, വൈകുന്നേരം തിരിച്ചെത്തും, അങ്ങനെയാണ്. അപ്പൊ രാത്രി തിരിച്ചെത്താം. എത്ര രാത്രിയാലും നമ്മൾ ഓടിപ്പടഞ്ഞ് എത്താൻ എറണാകുളത്ത് വരെ നമ്മൾ പോയിട്ട് നമ്മൾ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 12 മണിയെല്ലാം ആകുമ്പോഴേക്ക് നമ്മൾ തിരിച്ചെത്തുന്ന രീതിയിൽ എന്തായാലും നമ്മൾ എത്തും. അപ്പൊ 2 പകലും ഒരു രാത്രിയാണ് പിരിഞ്ഞു നിന്നിട്ടുള്ളൂ. അപ്പൊ അത് ജസ്റ്റ് അന്ന് ഞങ്ങൾ പോണ ഒരു ട്രിപ്പ് കാണിച്ചപ്പോ ആ ഒരു വിഷമം കൂടി ഞാൻ അന്നേരത്തെ ഇവള് കരയുന്നത് എനിക്ക് അവര് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചപ്പോ എനിക്ക് പെട്ടെന്നൊരു വിഷമം വന്ന്, അപ്പൊ ഞാൻ കരഞ്ഞ്. പക്ഷെ അതില് ഇത്രയും നെഗറ്റീവ് ഉണ്ടാകുന്ന അത് എടുക്കുമ്പോ ഞാൻ ഓപ്പനോട് പറഞ്ഞിട്ടുണ്ട്, വീഡിയോ എടുക്കല്ലേ, അതിന് ഉത്തരവാദി ഞാനാണ്. അപ്പൊ മക്കളെ അന്ന് പിരിഞ്ഞിരിക്കുമ്പോ ഒരമ്മക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ ഇവള് വേഗം കരയുന്ന ടൈപ്പ്. നിങ്ങൾക്ക് അറിയാലോ, ഇവള് ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് കരയാറുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി ഇവള് കരയും. ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പോ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ കൂടി കരയാറുണ്ട് ഇവള്. അപ്പൊ അങ്ങനെ അത് കരയുന്നത് എപ്പോഴും നല്ല ശീലമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ പറയാ അങ്ങനെ. ഇപ്പൊ പിന്നെയും കുറെ ബോൾഡായി. പക്ഷെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് എന്നെ ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചവര് ഞാൻ കരയുന്ന ഒരു സ്വഭാവം. അപ്പൊ അതല്ല, പിന്നെ അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മളെ മക്കള് അംഗൻവാടിയിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ആദ്യമായിട്ട് പോകുമ്പോ ഞാൻ ഒരുപാട് അമ്മമാര് കരയുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് മക്കള് സ്കൂളിൽ പോകുമ്പോ നമുക്ക് അവരെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വരുമ്പോ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. നമ്മള് അവര് വൈകുന്നേരം വരൂലേ. അപ്പൊ അത് ഓരോരോ ഫീലിങ്സ് ആണ്. അല്ലാണ്ട് നമ്മളത് അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഓവറാക്കി ചാളാക്കുന്നതോ അതൊന്നല്ല. നമ്മളെ ഫീലിങ്സ് എന്താണോ അത് ചിലപ്പോ അവര് കടിച്ചു പിടിച്ച് നിൽക്കും, അങ്ങനെ അല്ലാത്തവര് കരയും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കൂലല്ലോ ഫീലിങ്സ്. ഒന്ന് കരഞ്ഞു പോയി, അത് ഓവറാക്കിയതോ അല്ലെങ്കിൽ ഡ്രാമ കളിച്ചതോ അതൊന്നല്ല. എന്റെ ഫീലിങ്സ് അത് ഞാൻ ഓപ്പനോട് പറഞ്ഞതാണ്, കാണിക്കണ്ട, വീഡിയോ എടുക്കണ്ടെന്ന്. അത് ഓപ്പ എടുത്തത് ഞാനാണ് എടുത്തത്, എന്റെ കുറ്റക്കാരൻ ഞാനാണ്. അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു അല്ലേ. അപ്പൊ അതാണ് അവസ്ഥ. പിന്നെ ഉണ്ട് 2-3 കാര്യങ്ങൾ. പിന്നെ ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു കോമഡി കമന്റ് ആണ് കേട്ടോ. അതിനെന്തായാലും മറുപടി പറയണം എന്ന് തോന്നി. ആദ്യം തന്നെ ഞാൻ ആ കമന്റ് വായിക്കാം, എന്നിട്ട് നിങ്ങൾക്കും കൂടി അതിനുള്ള മറുപടി നിങ്ങൾ പറയണം കേട്ടാ. അത് ഏത് വീഡിയോക്ക് വന്ന കമന്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇന്ദ്രൂട്ടിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ദുർഗേനെ കൂട്ടാണ്ട് ബീഹാർ പോയിരുന്നില്ലേ. അപ്പൊ ബീഹാർ പോയിട്ട് ഷൂട്ട് നടക്കാണ്ട് ഞങ്ങള് പെട്ടെന്ന് തിരിച്ചു വന്ന്. അപ്പം അതിന് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു എന്നെല്ലാം പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വന്നൊരു കമന്റ് ആണ് കേട്ടാ. അതിന് മാത്രല്ല, ഈ വ്യക്തി എല്ലാ വീഡിയോന്റെ താഴെയും നെഗറ്റീവ് കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് കേട്ടാ. നമ്മുടെ സ്ഥിരം
എനിക്ക് തോന്നുന്നു നമ്മളെ ചിലപ്പോ നേരിട്ട് കണ്ട ഒരു തോക്കുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ അത്രയും ദേഷ്യമുള്ള ഒരു അല്ല. പക്ഷെ പുള്ളി ഒരു എന്താണെന്ന് എനിക്കറിയില്ല. ഈ കമന്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട്, ഈ പുള്ളിന്റെ 2-3 കമന്റ് ഉണ്ട്. ഈ കമന്റ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല. ആദിത്യ വിനോദ് എന്നാണ് പേര് കാണുന്നത്. പക്ഷെ അന്ന് നമ്മള് പെണ്ണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഞാനൊരാണാന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും നമുക്കറിയില്ല. കമന്റ് ഞാൻ വായിച്ചുതരാം. നമ്മള് ടൂറ് യാത്ര ക്യാൻസൽ ആക്കി വന്നു എന്ന് പറഞ്ഞ കമന്റ് ആണ് കേട്ടോ. അതായത് ബീഹാറിൽ പോകുന്ന പെട്ടെന്ന് തിരിച്ചു പോകുന്നു പറഞ്ഞിട്ട വീഡിയോന്റെ കമന്റ്. നന്നായി. ആദ്യമുണ്ടായ മൂത്ത മകളെ ഒഴിവാക്കിയിട്ട് ഇളയ സന്താനത്തിനെ കൊണ്ട് പോയതിന് ദൈവം തന്ന ശിക്ഷയാണ് ഈ പെട്ടെന്നുള്ള തിരിച്ചുവരവ്. നിനക്ക് അത് തന്നെ വേണമെടാ. മൂത്ത മകളില്ലാതെ നീയും നിന്റെ ഭാര്യയും ഇളയ സന്തതിയും മാത്രം അങ്ങനെ സുഖിക്കണ്ട. നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ ഞാനും കരഞ്ഞുപോയി. അത് സത്യാണ്. ദുർഗ അന്നേരം കരഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്കും വിഷമായിരുന്നു. നിന്റെ ടൂർ മുടങ്ങിയത് നന്നായി. 2-3 മക്കളുള്ള എല്ലാ തെണ്ടി മാതാപിതാക്കൾക്കും ഇതൊരു പാഠമാകട്ടെ. 2-3 മക്കളുണ്ടായ എന്താ കുഴപ്പം? അപ്പൊ ഞാൻ അതിൽ നിന്ന് ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം. ആ കമന്റിന്റെ പ്രത്യേകത 2-3 മക്കളുള്ളവരൊക്കെ തെണ്ടി മാതാപിതാക്കളാണോ? അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് ഏത് മൈൻഡിൽ എഴുതിയതാണ്, അല്ലെങ്കിൽ ശരിയായ എന്താ പറയാ നമ്മുടെ മനോനില ശരിയായിട്ടുള്ള ഒരാളാണോ അതോ വില തകരാറുള്ള ആളാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ സ്വയം നമ്മളൊരു നല്ലൊരു മൈൻഡുള്ള ഒരു രീതിയിൽ ചിന്തിച്ച് നമ്മളിങ്ങനെ എഴുതൂല ഒരിക്കലും. കാരണം ഏതൊരു അച്ഛനമ്മമാർക്കും ഇനി 5-10 മക്കളുണ്ടെങ്കിലും എല്ലാരും തുല്യരായിരിക്കും അല്ലെ? തുല്യരാവണം. അങ്ങനെയാണല്ലോ. 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും ആ അമ്മക്കും അച്ഛനും ഒരുപോലെ ആയിരിക്കും. ഇവിടെ നമുക്ക് നിങ്ങൾക്കറിയാലോ, ബീഹാറില് ഞങ്ങള് ഇതുവരെ ഇന്ദ്രുവിന്റെ ഒരു ഷൂട്ടിന് പോയിട്ട് ദുർഗനെ കൊണ്ടുപോകാത്തൊരു ഷൂട്ട് പോലും ഉണ്ടായിട്ടില്ല. ആകെ കൂടെ ബീഹാർ പോയപ്പോ അത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായി. ദുർഗുവിന് ഇവിടെ എക്സാം, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പേയ്മെന്റ് അവർക്ക് അങ്ങനെ സിനിമക്കാർക്ക് എല്ലാരും അവർക്ക് ഞങ്ങളെ തന്നെ 2 പേരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരാളെന്നാ പറഞ്ഞവര്, അതായത് മോനോടൊപ്പം ഒരാൾക്ക് പോകാൻ മാത്രം പറ്റുള്ളൂന്നാ പറഞ്ഞു. പക്ഷെ ഇന്ദ്രു നിക്കൂല. അപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ സംഭവമാണ്, ഞാനോ നികിയോ ഇല്ലാണ്ട് അവൻ നിക്കൂല. നിക്കൂലെന്ന് വെച്ചാൽ നിക്കും. അങ്ങനെ നിക്കുന്ന കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നമ്മൾ ശീലാക്കിയിട്ടില്ല അവനെ. അപ്പൊ ഇനിയിപ്പൊ അന്ന് ആദ്യമായിട്ട് സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഞങ്ങൾ ഒരാൾ മാത്രം പോയി അവനെ മനസ്സ് വിഷമിപ്പിച്ച് അവിടെ ചെല്ലുമ്പോ അഭിനയിക്കേണ്ടതല്ലേ? അപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോ അവന്റെ മൈൻഡ് വേറെ രീതിയിലാണെങ്കിൽ നമ്മ ഇത്രയും ദൂരം പോയിട്ട് അവനെ അഭിനയിക്കാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ നികിയോട് പറഞ്ഞു, അവരോടും പറഞ്ഞു ഞങ്ങൾ 2 എന്തായാലും വരാന്ന് പറഞ്ഞിട്ട് മോളുടെ ടിക്കറ്റും അവർക്ക് അതും കൂടി അവർക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാണ്, സിനിമേന്റെ അല്ലേ. പിന്നെ നമുക്ക് എടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും ഇവിടെ എക്സാം ഉണ്ട്. പിന്നെ എല്ലായിടത്തും കൊണ്ടുപോയി അത്യാവശ്യം ലീവുകളായിട്ടുണ്ട്. പിന്നെ ഇവിടുന്നും എല്ലാവരും നമ്മളെ പരിചയത്തിലുള്ള എല്ലാവരും നമ്മളോട് ഇപ്പോഴും പറയുന്നത് അതാണ്, ഇന്ദ്രു ഷൂട്ടുമായിട്ട് നിങ്ങൾ ഇന്ദ്രുവിനെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ എല്ലായിടത്തും പോകുമ്പോഴും ദുർഗനെ കൂട്ടുന്നു? കാരണം ദുർഗ ഇപ്പൊ 6ാം ക്ലാസ്സിലെത്തി. വന്നു കഴിഞ്ഞ് ഒരുപാട് എഴുതാനുണ്ടാവാറുണ്ട്, പഠിക്കാനുണ്ടാവാറുണ്ട്. ഇനി നിങ്ങൾ പോകുമ്പോ പരമാവധി മോളെ ഇവിടെ അച്ഛനും അമ്മയും ഇല്ലേ, അല്ലെങ്കിൽ അപ്പുറം നിക്കിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്. നമുക്ക് ഇവിടാന്ന് വെച്ചാല് നമ്മളെവിടെ പോയാലും നമുക്ക് പേടിക്കണ്ട. കാരണം അച്ഛനും അമ്മയും ഇവിടെ അപ്പുറം നികിടെ അച്ഛനും അമ്മയും എല്ലാരും സത്യം പറഞ്ഞാൽ അവര് നമ്മളെക്കാട്ടും നന്നായി അവര് നോക്കും മക്കളെ. പക്ഷേങ്കില് നമുക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയങ്ങൾ കൊണ്ടാണ് നമ്മള് ദുഗുവിനെ കൂട്ടാഞ്ഞത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദുഗു ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ശീലിപ്പിക്കണം, ദുഗുവിനെയും കൂടി അങ്ങനെ ശീലിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ. എല്ലാം നമ്മൾ ശീലാക്കുന്നതല്ലേ. ഇനി ചിലപ്പോ നാളെ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ചിലപ്പോൾ ഇന്ദ്രുവിന്റെ ആവശ്യമായിട്ട് പോകേണ്ടി വന്നാലും ദുർഗ ഒറ്റക്ക് നിൽക്കട്ടെ, ഒറ്റക്ക് നിന്ന് പഠിക്കട്ടെ, അതൊരു ശീലാക്കാന്ന് കരുതിയിട്ടാണ് അന്ന് കൂട്ടാഞ്ഞത്. പക്ഷെ അതിന് ഞങ്ങൾ അനുഭവിച്ച വേദന ഭയങ്കരമായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞ ആ ദിവസങ്ങളിൽ ദുഗുവിനെ പിരിഞ്ഞു പോയിട്ട് നമുക്ക് വേറെ ഇന്ദ്രു തന്നെ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്ദ്രു തന്നെ അങ്ങോട്ട് പോകുമ്പോഴെല്ലാം ഭയങ്കര ഇരുന്നൊരു ഉറക്കാന്ന് ഇന്ദ്രു. അങ്ങനെ ദുഃഖം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, കളിക്കും. അപ്പൊ ആ ഒരു രീതിയില് ശീലമാവട്ടെ എന്ന് നമ്മൾ കരുതി. ലീവുള്ള സമയങ്ങളിലും സ്കൂളില്ലാത്ത സമയങ്ങളിലെല്ലാം ആണെങ്കിൽ കൂട്ടും. പിന്നെ അന്നത്തെ പ്രത്യേക ബീഹാറിലാണെന്ന് വെച്ചാൽ എത്ര ദിവസം ഷൂട്ട് ഉണ്ട് എന്ന് പോലും അവര് മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു, ഒരു ഗനിയൊക്കെയാണ്. അപ്പൊ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് എത്ര ദിവസം പോവും, ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാം, എപ്പൊ തിരിച്ചു വരും ഒന്നും നമുക്കറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദുർഗനെ കൂട്ടി പോകണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ
ആ വന്ന കമന്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. എത്ര വിഷമം നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഈ പുള്ളിയിലുണ്ടല്ല നമ്മളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് കമന്റ് ഇടുന്ന ഒരാളാണ്. വേറെയും കമന്റ്സ് ഉണ്ട്, ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾ ആ കമന്റ്സ്. നിങ്ങളൊന്ന് ചിന്തിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മനോനില മര്യാദക്കുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള കമന്റ്സ് ഇടൂല. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതും കൂടി പറഞ്ഞിട്ട് വേറൊരു കമന്റും കൂടി ഉണ്ട് പുള്ളിന്റെ, അതും കൂടി ആദിത്യ വിനോദിന്റെ തന്നെയാണ് കേട്ടോ. അതായത് ആ കമന്റ് ഏതാന്ന് വെച്ചാൽ അമ്മുവിന്റെ പ്രഗ്നൻസി നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലേ, അപ്പൊ അതില് ഒരുപാട് പേര് വിചാരിച്ചിരുന്നു ഞാനാണ് പ്രഗ്നന്റ് ആയത്. എനിക്ക് ഓൾറെഡി 2 മക്കളുണ്ടല്ലോ. അപ്പൊ അതിന് വന്ന കമന്റ് ആണ് ഇത്, കണ്ടോക്കെ. ഇനി ഒരു കുട്ടിയും കൂടിയോ, നാണമില്ലേ നിങ്ങൾക്ക്? രണ്ടാമതൊരു കുട്ടി ഉണ്ടായതേ തെറ്റാണ്, അതിന്റെ കൂടെ മൂന്നാമതും കഷ്ടം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് വിരോധിയാണ് ട്ടാ. എനിക്ക് തോന്നുന്നു മറ്റേ നാമൊന്ന് നമുക്കൊന്ന് എന്ന് പറയുന്ന സംഭവം പുള്ളിയാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഈ ഒരു നിയമം കൊണ്ടുവന്നത് പുള്ളിയാണ് സംഭവം. അതാണ് പുള്ളിക്ക് ഇത്രയും വിഷമം. അപ്പൊ 2 മക്കളും 2 മക്കളുള്ള നമ്മളോട് ഇത്ര ദേഷ്യം എന്നുണ്ടെങ്കിൽ 3-4 മക്കളുള്ള ഈ പുള്ളിയുടെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. തക്കം കിട്ടിയ പുള്ളി മക്കളെയൊക്കെ എന്തായാലും ചെയ്തോളി, ഉറപ്പാണ്. കാരണം 2 മക്കളുള്ള നമ്മളോട് ഇത്രയും വിരോധമാണെങ്കിൽ 3-4 മക്കളൊക്കെ ഉള്ള ആൾക്കാരെ കണ്ട പുള്ളി ബാക്കി വെക്കൂല. അപ്പൊ ഈ ആദിത്യ വിനോദ് എന്നാണ് ഇതിനകത്തെ പേര്. ഇനി ഈ ആദിത്യ വിനോദ് 9424 ഞാൻ കൊടുത്തേക്ക കമന്റ് വിടാം. അപ്പൊ ഈ പുള്ളി ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നതാണ്, എന്തിനാണ് ചേട്ടാ അല്ലെങ്കിൽ ചേച്ചിയാണെങ്കിൽ ചേച്ചി മക്കളുണ്ടാവുന്നതിന്, അല്ലെങ്കിൽ നമ്മളെക്കാട്ട് ഇളയതാണെങ്കിൽ അങ്ങനെ എന്തായിക്കോട്ടെ, എന്തിനു ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവുന്നതിന് നിങ്ങൾ വിഷമിക്കുന്നേ? നിങ്ങൾ ചെലവിന് കൊടുക്കുന്നില്ലല്ലോ. മറ്റുള്ളവർക്ക് മക്കളുണ്ടാണെങ്കിൽ അവരവരുടെ മക്കള് അവരവരല്ലേ നോക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? പിന്നെ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുതലാണ്, അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടെങ്കിൽ അതിനിപ്പോ പരിഹരിക്കാൻ നമ്മളെ കൊണ്ടാവൂല. അപ്പൊ അത് നിങ്ങളെ കൊണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ അല്ലെ നോക്ക്, അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേ? അപ്പൊ ഈ കമന്റ് ഇത്രയും, പിന്നെ നമ്മളോട് എന്തിനാ ഇത്രയും വിഷമം നിങ്ങൾക്ക് അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാ പിന്നെ ഇങ്ങനെ വിഷമിച്ച് ഇത്രയും വിഷമുള്ള ആൾക്കാർ വീഡിയോ കാണാതിരിക്കുക. നെഗറ്റീവ് ഇട്ടോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സൈക്കോം നെഗറ്റീവുകൾ നെഗറ്റീവ് ഇട്ടോട്ടെ. ഇപ്പൊ നമ്മളെല്ലാം പോസിറ്റീവ് ഇടണമെന്ന് പറയുന്നില്ല, എല്ലാവർക്കും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. എനിക്ക് ഇപ്പൊ അത്രയും നിഗീന്റെ സംസാരം ബോറാന്ന് പറഞ്ഞ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നമ്മൾ മറുപടിയും പറഞ്ഞല്ലോ, അതല്ല ഇപ്പൊ നമുക്ക് എല്ലാവരും സംസാരിക്കും. പക്ഷെ ഇതെല്ലാം ഒരുമാതിരി സൈക്കോ മൈൻഡാണെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളോടൊന്നല്ല, ആരോടും ഇങ്ങനെയൊന്നും ദേഷ്യം വെച്ച് പുലർത്തല്ല. നമ്മളൊക്കെ ഇന്നോ നാളെയോ ഇല്ലാണ്ടാവുന്ന ആൾക്കാരാണ്. ആരെപ്പോ കാണുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല. ഉള്ള കാലം സന്തോഷമായിട്ട് സ്നേഹത്തോടെ അങ്ങനെ പോവാന്നല്ലാണ്ട് വെറുതെ എന്തിനാ ഇങ്ങനെ അല്ലേ? പിന്നെ അടുത്ത കമന്റ് ആണ് കമന്റ്. ഈ കമന്റ് സൺഡേയും സബേളിയനും നോട്ട് ചെയ്ത് വെച്ചോ. സബേളിയൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. അളിയനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ആദിത്യ വിനോദൻ ഇട്ട കമന്റ് ആണ്. ഈ പുള്ളിക്കാരൻ തന്നെ കമന്റ്. എല്ലാ വീഡിയോ കാണുകയും ചെയ്യും, എല്ലാ വീഡിയോ നല്ല കമന്റ്. പക്ഷെ ഈ കമന്റ് അളിയനെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അളിയാ വായിക്കുന്ന കമന്റ് അത് ഏതാണ് സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മള് ഈ ബീഹാർ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി സന്ദേശി സബിയോപ്പി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഇറങ്ങുന്ന നേരത്ത് ദുബുവിനോട് വർത്താനെല്ലാം പറയുന്ന സമയത്ത് സബിയോപ്പ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം സ്വാഭാവികമായിട്ട് ചീർപ്പെടുത്തിട്ട് മുടിയിരി. അതാണ് വിഷയം. തെറ്റി. സബിയോപ്പ മുടിയിരാൻ പാടില്ല. അളിയൻ ചെയ്തത് തെറ്റി. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കറുത്ത ഷർട്ടിട്ട അളിയൻ മുടി ചീകി ഒരുങ്ങുന്നത് കണ്ടല്ലോ. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കറുത്ത ഷർട്ടിട്ട അളിയൻ മുടി ചീകി ഒരുങ്ങുന്നത് കണ്ടല്ലോ. ഈ പുരുഷവർഗത്തിന്റെ മുഴുവൻ ധാരണ ഡാഷ് എടുത്ത് എനിക്ക് വായിക്കാൻ കഴിയൂല. നോക്കട്ടെ, ഞാൻ വായിക്കാം. എനിക്ക് വായിക്കാൻ കഴിയൂല. ഞാൻ വായിക്കാം. ഇത് അളിയനുള്ളതാണ്. അളിയൻ കണ്ടിട്ടില്ലെങ്കിൽ ചെവി പൊത്താട്ടാ. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് കറുത്ത ഷർട്ടിട്ട അളിയൻ മുടി ചീകി ഒരുക്കുന്നത് കണ്ടല്ലോ. ഒരുങ്ങുന്നത് കണ്ടല്ലോ. അളിയനപ്പം മുടിയൊക്കെ ചീകി സെറ്റാക്കുന്നത് കണ്ട് വീഡിയോയില്. അപ്പൊ ഈ പുരുഷവർഗത്തിന്റെ മുഴുവൻ ധാരണ, അപ്പൊ പുള്ളി പുരുഷനല്ല, അപ്പൊ പുള്ളി സ്ത്രീയാണ്, അല്ലെങ്കിൽ പുരുഷവർഗം എന്ന് പറയൂലല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ ഈ പുരുഷവർഗത്തിന്റെ മുഴുവൻ ധാരണ അതാണ് സാമ എടുത്ത് യൂറിൻ ഒഴിക്കുമ്പോൾ പോക്കറ്റിൽ നിന്നും ചീപ്പെടുത്ത് ഒഴിക്കുകയും ഒക്കെ ചെയ്താൽ കമന്റ് അവിടെ ഇട്ടുതരാം, നിങ്ങൾ വായിക്കാം കമന്റ് എടുത്ത്. അതായത് മൂത്രം ഒഴിക്കുകയും പോക്കറ്റിൽ നിന്നും ചീപ്പെടുത്ത് മുടി ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ആണുങ്ങളാകൂ എന്നാണ്. ഒരു പുരുഷനാകാൻ ഒരുപാട് യോഗ്യതകൾ വേണം. ഈ പുരുഷന്മാർ എന്ന് പറയുന്ന വൃത്തികെട്ട വർഗം എപ്പോഴും ചീപ്പ് കൊണ്ട് മുടി ചീകി നടക്കുന്നത് സ്ത്രീകളെ വശീകരിക്കാനാണ്.
അപ്പൊ ഇത് അളിയനെ മാത്രമല്ല, അളിയനടക്കമുള്ള ഞാനടക്കമുള്ള എല്ലാ പുരുഷന്മാരെയും പറയുന്നത്, പുരുഷന്മാരാരും ചീർപ്പെടുത്ത് മുടി ചെയ്യരുത്. അത് ചെയ്യിക്കഴിഞ്ഞാൽ അത് സ്ത്രീകളെ വശീകരിക്കാനാണെന്നാണ് പറയണത്. അപ്പോ ഈ മുടി ചെയ്യുന്ന കണ്ടിട്ട് വശീകരിക്കപ്പെട്ട സ്ത്രീകളൊക്കെ ഇവിടെ എന്താ ചെയ്യാ? അപ്പൊ ഇതിൽ അളിയൻ എന്ന് പറയുന്ന ആ തെണ്ടിയും മുടി അതുകൊണ്ടാണ്. ഇതിൽ അളിയൻ എന്ന് പറയുന്ന ആ തെണ്ടി സബളിയന മുടി ചീകിയത് ഇതിനാണെന്ന്, സ്ത്രീനെ വശീകരിക്കാൻ വേണ്ടി. എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പെണ്ണുങ്ങൾ ഇയാളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ് മുറിയിൽ വെക്കേണ്ട ചീപ്പ് അവൻ എന്തിനാ പോക്കറ്റിൽ വെച്ചത്? അളിയൻ ചീപ്പ് പോക്കറ്റിൽ വെച്ചത് എന്തിനാ അളിയാ? എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ അളിയനെ വശീകരിക്കാൻ വേണ്ടിട്ടല്ലേ മുടി ചീകി? അളിയാ അപ്പോഴല്ലേ പിടുത്തം കിട്ടിയത്. അപ്പൊ അവനെ കാണാൻ കാശിന് കൊള്ളത്തില്ല അളിയനെയാ. ഈ ചീപ്പ് എന്ന് പറയുന്ന സാധനം റൂമിൽ വെക്കേണ്ട സാധനമാണ്, അല്ലാതെ പോക്കറ്റിൽ വെക്കേണ്ടതല്ല. കേട്ടല്ലോ എല്ലാരും? ചീപ്പിഞ്ഞെങ്ങാനും മേലാല് പോക്കറ്റിൽ വെച്ച് നടന്ന ഈ ആദിത്യ വിനോദ് നിങ്ങളെ വെടിവെച്ച് കൊല്ലും. കേട്ടനാ? മേലാളി ഞായറും ചീപ്പ് എല്ലാ അവന്മാരും പുറത്ത് പോകുമ്പോൾ ചീപ്പ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതും സ്ത്രീകളെ വശീകരിക്കാൻ തെണ്ടികളായ അത്ര എടുത്തിട്ടുള്ള തെണ്ടികളായ ആണുങ്ങൾ. മനസ്സിലായ? അപ്പൊ ചീർപ്പാണ് ചീർപ്പിനോട് പുള്ളിക്ക് ഭയങ്കര വിരോധമാണ് കേട്ടോ. ചീർപ്പ് ജന്മശത്രുവാണ് പുള്ളിയുടെ. അപ്പൊ ചീർപ്പ് എടുക്കുന്നത് കണ്ടാൽ ചീർപ്പെടുത്തവൻ ചീർപ്പാലേ, വാളെടുത്തവൻ വാളാലെന്നാണ്. പക്ഷെ പുള്ളിയുടെ മുമ്പിൽ ചീർപ്പെടുത്തവൻ ചീർപ്പാലയാണ്. അപ്പൊ അളിയൻ ഇത് നോട്ട് ചെയ്ത് വെച്ചോ സബളിയ. അപ്പൊ ഞങ്ങക്ക് പറയാനുള്ളത് പറഞ്ഞല്ല ഇപ്പുള്ളിനെ പറ്റിയിട്ട്, ഇതൊക്കെയാണ് എഴുതി വിടുന്നത്. ഇതുകൊണ്ടാണ് ഇത് ചെയ്യണമെന്ന് അപ്പോ ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഏത് മൈൻഡായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറ. ഇത് ഒരു നമ്മുടെ സാധാരണ ഒരു മനുഷ്യന്റെ ഒരു മാനസിക നില ഉള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ഇതാണ് എഴുതി വിടുന്നത്. അപ്പൊ ഇത് അതിനൊപ്പം നെഗറ്റീവ് കമന്റ് അല്ല, അതിന് ആ കമന്റിനൊപ്പം മറുപടി കൊടുത്തപ്പോ പറഞ്ഞ് സ്ത്രീ എന്തോ പറഞ്ഞപ്പോ പറഞ്ഞ് ഞാനൊരു പുരുഷനാണ് എന്താ പറഞ്ഞ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാർ അല്ലേ? അതെ. ഇനി അടുത്ത കമന്റ് വായിക്കാം. അതെ. ഇനി ഉള്ളൊരു കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കമന്റ് നമ്മള്, അതായത് വീഡിയോ ഏതാന്ന് വെച്ചാല് നമ്മളിപ്പം കസിൻസ് എല്ലായിട്ട് എറണാകുളത്തുള്ള കസിൻസ് എല്ലായിട്ട് പോയിട്ടില്ലേ? അതായത് വയനാട്ടിൽ പോയത്. നമ്മുടെ വരുമാനം, അതായത് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പണം കിട്ടുന്നുണ്ടല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ ട്രിപ്പ് പോയത് വരുമാനത്തിന്റെ പുളപ്പ്, വല്ല പാവങ്ങളെയും സഹായിച്ചൂടെ, പുണ്യം കിട്ടും. പിന്നെ അതേപോലെ തന്നെ വന്ന കമന്റാണ്, നമ്മള് വീട് റൂം വൃത്തിയാക്കിയിട്ടില്ല, അപ്പൊ വന്ന കമന്റ് ഇഷ്ടം പോലെ കാശ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ്. അപ്പൊ ഈ ഒരു കമന്റ് കുറെ കാണലുണ്ട്, ഒരുപാട് കാണലുണ്ട്. നമ്മൾ എന്തെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ ഒരു മതിൽ കെട്ടുന്നതിനോ റൂം വൃത്തിയാക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോയാൽ കൂടി വരുന്ന കമന്റ് ആണ്, പോകുന്നതിന് എന്താ യൂട്യൂബിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ടല്ലോ. ഈ യൂട്യൂബിൽ നിന്ന് ആദ്യം തന്നെ പറയാം, ട്രിപ്പ് പോയതിനെ പറ്റി ആദ്യം പറയാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് ഞാനും എൻ്റെ അനിയനായിട്ടുള്ള അനൂപ്, കസിൻ, എൻ്റെ മാമൻ്റെ മോനാണ് അനൂപും അശ്വതിയും ഒക്കെ ആയിട്ട് നമ്മൾ അമ്മാവൻ്റെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രിപ്പ് ഇപ്പോൾ പോയത്. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് അവരായിട്ട് ട്രിപ്പ് പോയിട്ടില്ല, ആദ്യമായിട്ട് പോകുന്നത്. അപ്പം ഇപ്പോഴാണ് ഞങ്ങൾക്ക് അത് സാധിച്ചത് പോകാൻ. അത് അമ്മാവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളോടെ പോകണം. അതുപോലെ തന്നെ അമ്മക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, അമ്മേന്റെ ആങ്ങളെ, നമ്മൾക്കും ആഗ്രഹമായിരുന്നു അനൂപ്, അശ്വതി, കണ്ണൻ എല്ലാവരും പോകണം. ഞങ്ങളെല്ലാവരും കൂടി പൈസ ഡിവൈഡ് ചെയ്തിട്ട് പോകുന്ന ട്രിപ്പാണത്. അതിൽ നമ്മൾ ഇവിടെ നിന്ന് പൈസ ഡിവൈഡ് ചെയ്യുന്ന പോലെ തന്നെ സന്ധ്യയും അനൂപും അവിടുന്ന് അശ്വതിയും കണ്ണനും ഒക്കെ പൈസ കുറേശ്ശെ എല്ലാവരും എടുത്തിട്ടാണ് ആ ട്രിപ്പ് പോകുന്നത്. ഗ്രൂപ്പ് രൂപീകരിച്ച് നമ്മളൊരു ഗ്രൂപ്പ്, എല്ലാവരും അങ്ങനെയല്ലേ, നിങ്ങളും അങ്ങനെയല്ലേ? ഇപ്പൊ കസിൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ അവരവരുടെ പൈസയൊക്കെ അവരവരെടുത്ത് കണക്കൂട്ടി അത് ഡിവൈഡ് ചെയ്ത് അങ്ങനെയല്ലേ ചെയ്യാ. അങ്ങനെ ഞങ്ങളും ചെയ്യുന്നേ. അല്ലാണ്ട് ഞങ്ങൾ ട്രിപ്പ് പോകാൻ നേരത്ത് യൂട്യൂബിനോട് ചോദിച്ചിട്ട്, യൂട്യൂബ് ഞങ്ങൾ ട്രിപ്പ് പോകുന്ന കുറച്ച് പണം ഇങ്ങനെ താന്നിട്ട് ആ പണം കൊണ്ടുപോയിട്ട് ട്രിപ്പും പോയി തിരിച്ചു വരുന്നതല്ല. ഇത് എല്ലാവർക്കും അറിയാട്ടോ. നിങ്ങൾ ദയവേത് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയണം, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വീഡിയോ ആണെന്ന് ഒരുപാട് പേരുണ്ട്, അവരൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ളവരോട് മാത്രം പറഞ്ഞതാ. മര്യാദക്ക് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെന്നെ വന്നിട്ട് കമന്റ് ഇടാറുണ്ട്, ഒരു യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല,
ഇത് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അതിൽ ഡബ് ചെയ്യാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനും എല്ലാം ഇഷ്ടം പോലെ സമയം വേണം. അതൊന്നും ചെറിയ കാര്യമല്ലാന്ന് നമ്മളെ സ്നേഹിക്കുന്നവർ വന്ന് കമന്റ് ഇടലുണ്ട്. ഒരു വീഡിയോ അതൊന്ന് യൂട്യൂബിലേക്ക് ഒന്ന് ഇട്ട് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, അതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. അപ്പൊ വെറുതെ മൊബൈലും പിടിച്ച് ഇങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഒരു ക്യാമറയും പിടിച്ച് നടന്നിട്ടല്ല. ഇപ്പൊ ഒരു ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റില്ല. സത്യമാണ്. ഞാൻ എപ്പോഴും ഇല്ലേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ആ ട്രിപ്പ് മൊത്തം ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് എന്റെ മൈൻഡ് മൊത്തം അതിലാണ്. ഞാൻ ഈ ക്യാമറയിലാണ് എല്ലാം കാണുന്നത്. കാരണം ബാക്കി നേരിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് ആസ്വദിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. പിന്നീട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോ കാണുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. ഈ സ്ഥലങ്ങൾ ഇതിവിടെ അങ്ങനെ ചിന്തിക്കാറ്. അപ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് എപ്പോഴും അതിന്റെ പിന്നിലാണ്. അതുപോലെ ഇത് വന്ന് എഡിറ്റ് ചെയ്ത് നമ്മളൊരു രാത്രി 1 മണി 2 മണിക്കാണ് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്ത് പിറ്റേ ദിവസം രാവിലെ അത് അപ്ലോഡ് ചെയ്ത് 11 മണിക്ക് വീഡിയോ ഇടുന്നത്. അപ്പൊ നമ്മളെന്നല്ല എല്ലാ പണിക്കും അതിൻ്റെ അധ്വാനമുണ്ട്. ഈ ഒരു പണി മാത്രം അധ്വാനം ഉള്ളതെന്നല്ല ഞാൻ പറഞ്ഞ. യൂട്യൂബ് എന്ത് ജോലിക്കും അതിൻ്റെതായ അധ്വാനമുണ്ട്. അതിപ്പോ നമ്മള് പറയും കറങ്ങുന്ന കസേരം ഇരുന്ന് ഇതാക്കുന്നതെന്ന് പറയും. പണ്ട് AC റൂമിലിരുന്ന് എന്ന് പറയും. പക്ഷെ AC റൂമിലിരുന്നാലും കറങ്ങുന്ന കസേരം ഇരുന്നായാലും എടുക്കുന്ന പണി എടുക്കുന്നവന് മാത്രമേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് എന്തുണ്ടെന്ന്. അതെല്ലാവർക്കും പണ്ട് എല്ലാവരും പറയും ടീച്ചർമാരുടെ പണി വളരെ സുഖമാണ്, അവർക്ക് എന്താ ശനി ഞായർ ലീവ്. ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ്. തിങ്കൾ ടു വെള്ളി മാത്രം പോയാൽ മതി, രാവിലെ 4 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരാം. ഓരോ ടീച്ചർമാര് അവര് സ്കൂളിലൊക്കെ കിടന്ന് അവരെടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുണ്ടല്ലോ. അവരുടെ സത്യം പറഞ്ഞാൽ അവർക്ക് ശബ്ദം ഉണ്ടാവില്ല. അവര് വീട്ടിൽ വരുമ്പോ സൗണ്ട് ഇല്ലാണ്ടാ വരുന്നത്. ഇതൊന്നും ലീവൊന്നും കിട്ടുമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് അവര് നാളത്തേക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്കൂളിലായിരുന്നായാലും എക്സാം പേപ്പർ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, നമ്മള് എല്ലാ പണിക്കും ഇപ്പൊ ഒരു വാർപ്പിന്റെ അല്ലെങ്കിൽ ഒരു കൂലിപ്പണി എടുക്കുന്നവർക്ക് അതിൻ്റെതായ അധ്വാനമുണ്ട്. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മളൊരു ഹാർഡ് വർക്ക് എടുക്കുന്ന ഒരു കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ചിലപ്പോൾ ഇതായിട്ട് വന്നില്ല അയാൾ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടി വെയിലത്തൊക്കെ നിന്നൊരു പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുക്കുന്നുണ്ടാവും. നല്ല കഠിനാധ്വാനം തന്നെയാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അത് കഴിഞ്ഞ രാത്രി നമുക്ക് മനസ്സമാനായിട്ട് ചിലപ്പോൾ കിടക്കാനും ബാക്കി ഭാഗം ചിന്തിക്കേണ്ടാണ്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്നവർക്കുണ്ടല്ല, അതിപ്പോൾ വീഡിയോസ് ചെയ്യുന്നവരായിക്കോട്ടെ ബാക്കിയുള്ളവരൊക്കെ ആയിക്കോട്ടെ, അവർക്ക് ചിലപ്പോൾ ഈ ടൈം കഴിഞ്ഞു കഴിഞ്ഞാലും നാളത്തേക്കുള്ളത് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം ഇങ്ങനെ. അപ്പൊ അങ്ങനെ എല്ലാ പണിക്കും ഒരാള് പണിക്ക് പോയി പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, വീട്ടിൽ വരുന്നു. ഇതങ്ങനെയല്ല, ഒരു കുടുംബം മൊത്തമാണ് ഇതിന്റെ പിന്നിൽ. നമ്മള് സത്യം പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ എല്ലാവരും ഇതിന്റെ പിന്നിൽ ജോലി എടുക്കുന്ന പോലെ ഉണ്ട്. അതായത് ഇവിടെ ആയിക്കോട്ടെ, ഇവിടെ രാവിലെ വേഗം പണിയൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തെ പണി കഴിഞ്ഞ് അത് ഒരു 11 മണിയാകുമ്പോഴേക്ക് ഞാനായാലും അമ്മയായാലും വീട്ടിലത്തെ പണികൾ പെട്ടെന്ന് ഒരുക്കി മക്കളെ സ്കൂളിൽ അയച്ച് അതിനുശേഷം നമ്മൾ 11 മണിക്ക് ശേഷമാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അത് നമ്മളൊരു ലൈറ്റ് മങ്ങുന്ന വരെ നമ്മളത് വീഡിയോ എടുക്കും. പിന്നെ വല്ല കാലത്ത് നമ്മൾ പറയല, നമുക്ക് ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാണ്ട് ഫോൺ ഓഫ് ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങണല്ലേ. ഉച്ചക്ക് ഞങ്ങൾ ഉറങ്ങാറില്ല. അപ്പൊ നമ്മള് എന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ എടുക്കുന്നത്? അത് നമ്മുടെ ഒരു ജോബാണ്, ഒരു വർക്കാണത്. നമ്മുടെ ഇപ്പൊ യൂട്യൂബില് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് ഇടുന്ന എല്ലാവരും അവരുടെ ഒരു ജോലിയാണ്. അവർക്കത് ചെയ്തേ മതിയാവും. ഈ ജോലി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വേറെ ജോലി നോക്കും. എനിക്ക് ആക്ച്വലി കമ്പ്യൂട്ടറിന്റെ പണിയാണ്. പക്ഷെ ഞാൻ ഇത് നമുക്കില്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ വർക്കൊക്കെ ചെയ്യും. അപ്പൊ ഉള്ള സമയത്ത് അപ്പൊ പറഞ്ഞ് പൈസേന്റെ പൊളപ്പല്ലേന്ന്. പൈസയുടെ പൊളപ്പ് എന്ന് പറഞ്ഞ കാണിക്കാനായിട്ടുള്ള നമ്മള് അങ്ങനെ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിത രീതി പണ്ട് നമ്മൾ എങ്ങനെയാ ജീവിച്ചിരുന്നത് നമ്മൾ അതുപോലെയൊക്കെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാതെ നമ്മള് പൈസ ഉണ്ടാന്ന് വെച്ചാൽ ഒരുപാട് ആർഭാടം കളിക്കുക, അല്ലെങ്കിൽ പൈസ നമ്മള് വീട്ടിലും കമ്പ്യൂട്ടറിന്റെ പണിക്ക് പോകുന്ന സമയത്തും നമ്മൾ ഈ വീട്ടിലുണ്ട് അല്ലെ, വീട് ഈ ഒരു ക്യാമറ നമുക്ക് അത്യാവശ്യമായിരുന്നു. പക്ഷെ ഇത് വാങ്ങിക്കാൻ വേണ്ടിട്ടില്ലേ നമ്മളൊരു 100 തവണ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. ഞങ്ങള് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പോ 2 മാസം കഴിഞ്ഞിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴേ. അതുപോലെ ഈ മൈക്ക് എല്ലാം ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ ജോലി ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചെലവുണ്ട്. നമുക്ക് അതിന്റെ ചെലവുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ക്യാമറ ഫോണ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ചേഞ്ച് ആക്കണം. പൈസ കിട്ടുന്നതിന് ചെലവുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ ട്രിപ്പ് പോണതൊന്നും ഒരു പൊളപ്പായിട്ടല്ല, അതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. മനുഷ്യന്മാർക്ക് എന്താ പറയാ, നമ്മള് ആരോഗ്യത്തോടെയും എല്ലാവരും മര്യാദക്ക് ഇരിക്കുന്ന സമയത്ത്, ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. അല്ലാതാവുന്ന സമയത്ത് നമ്മള് ഇതൊക്കെ ഓർത്തിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വയസ്സാവുന്ന സമയത്ത് ഓർക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്,
യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം ഉള്ളതല്ല, നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ വീഡിയോസുകൾ ചെയ്യാം. അതിന്റെ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയന്റെ മുന്നിൽ നിങ്ങൾക്കും വീഡിയോസുകളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. അതിനായിരിക്കാം സത്യം പറഞ്ഞ ചാനൽ ഇല്ലാത്ത ഒരു വീട്ടില് എന്റെ അഭിപ്രായത്തില് 1ഉം 2ഉം ചാനൽ എല്ലാവരും നല്ലതാണ്. ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് ഒരു വീട്ടിലേക്ക് അങ്ങനെ യൂട്യൂബിൽ നിന്നാ അങ്ങനെ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതല്ല. ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു കാലഘട്ടത്തിൽ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം, എല്ലാവരും ചെയ്യണമെന്ന് ഞാനും പറയുന്നത് അല്ലേ. പിന്നെ ഇത് ഒരു കമന്റ്, നിങ്ങൾ കലപില അരോചകം കുറച്ചു, എന്നാലും രസമുണ്ട് കേൾക്കാനും കാണാനും. ചേട്ടൻ കുറച്ച് ഒതുക്കമുണ്ട്, ചേച്ചി കലപില, അതൊന്നും കുറച്ചാൽ മനോഹരമാകും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നിഖിൽ സംസാരിക്കുന്നത് ബോറാണെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കമന്റ് ആണത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് നമുക്ക് ഇടയിൽ കയറി സംസാരിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് കുറെ കമന്റ്സ് കാണാറുണ്ട്. സംസാരം ഒരാൾ സംസാരിക്കുന്നു എന്നൊക്കെ, സംസാരിക്ക് എന്നാ കേൾക്കാൻ രസം ഉണ്ടാവുന്നൊക്കെ പറയാറുണ്ട്. കൂടുതലും പറയും നിഖി എന്തിനാ ഇടയിൽ കയറുന്നതെന്ന് ചോദിക്കും. എന്റെ ഒരു പ്രശ്നം പറയാം, ഞാനിവിടെ തുടങ്ങിയാലേ ഇതിനൊരു എൻഡ് കൊടുക്കൂല, ഇതിങ്ങനെ പറയും. അപ്പൊ അത് ഞാൻ നിർത്തൂല. അപ്പൊ ഇവൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവളതിനെ ഇടയിൽ കയറിയ ശരിയാവോ, ഇവള് അപ്പൊ ഇവള് ചാടി കയറി ഇടയിൽ കയറി പറഞ്ഞാൽ മാത്രം ഇവക്ക് പറയാൻ അവസരം കിട്ടുള്ളൂ. മൊത്തം ഞാൻ പറയും. അപ്പൊ അത് എന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ അന്ന് ഞാനത് റിപ്ലൈ കൊടുത്തോ പറഞ്ഞ് അങ്ങനെയൊന്നും അല്ല, ഭാര്യനെ സപ്പോർട്ട് ചെയ്യുന്നയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ്, എനിക്ക് തുടങ്ങിയാൽ നിർത്തൂല. ഫോൺ വിളിച്ചാലും അങ്ങനെയാണ്, ഞാൻ നിർത്തൂല. അപ്പൊ അത് ചിലപ്പോ എനിക്ക് വന്നൊരു കോളായിരിക്കും, സ്വാഭാവികമായിട്ടുണ്ടാവുമ്പോ എന്റെ കൈകളിലേക്കാവും. അപ്പൊ അങ്ങനെയാണത്. അപ്പൊ എന്തായാലും അങ്ങനെ നിങ്ങൾക്ക് അത് ബോറായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കാൻ ശ്രമിക്കാം. തെറ്റുകൾ നമുക്ക് തിരുത്താനും കൂടി ഉള്ളതാണ് കമന്റുകൾ. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണെന്ന് നമ്മൾ പറയുള്ളൂ. നമ്മളത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തും. മറ്റേ പറഞ്ഞ പോലെ കമന്റ്സിനെ പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് പറയാം. അത് കുറേ കമന്റ്സ് കാണാറുണ്ട്. നമ്മളിപ്പോ ഈ ട്രിപ്പിന്റെ കാര്യം പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ട്രിപ്പ് പോയ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മളെവിടെയെങ്കിലും പോകുമ്പോ കൂടുതലായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ നികിട ചേച്ചിനെയും നിഖിലിന്റെ ഫാമിലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കൂട്ടാത്തത്? കൂടുതലും നിങ്ങൾ എപ്പോ പോകുമ്പോഴും നിങ്ങളുടെ ഫാമിലിനല്ലേ കൂട്ടുന്നുള്ളൂ, നിങ്ങൾ എപ്പോ പോകുമ്പോഴും നിങ്ങളുടെ ഫാമിലിനല്ലേ കൂട്ടുന്നുള്ളൂ. അതായത് എന്റെ അച്ഛനമ്മ പെങ്ങള് അളിയൻ അങ്ങനെയല്ലേ കൂട്ടുന്നുള്ളൂ. നിങ്ങളുടെ ഫാമിലിനെ എന്താ നിങ്ങൾ എവിടെയും കൂട്ടാത്ത, അവരെ നിങ്ങൾക്ക് വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മാത്രം നിങ്ങൾക്ക് മതിയോ, ട്രിപ്പ് പോകുമ്പോ എന്തേ അവരെ കൂടെ കൂട്ടാന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഇതായിട്ട് പറയുന്നില്ല, നെഗറ്റീവായിട്ട് പറയുന്നില്ല, സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. അവരോടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടാത്തെന്നുള്ളതിന്റെ കാരണം കൃത്യമായിട്ട് അവർക്കറിയാം. കൂട്ടാത്തതെന്നല്ല കേട്ടോ, ഞങ്ങള് ഒരുപാട് സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൂടി ഇവര് ഫാമിലി ആയിട്ട് മറ്റേ നമ്മുടെ റിസോർട്ട് പൈതൽ മെഡോസ് റിസോർട്ടിൽ പോയിരുന്നു അല്ലെ. വിന്തമ്മ, ഇവളുടെ ചേച്ചി, മക്കള്, അങ്ങനെ എല്ലാവരും അടക്കം പൈതൽ മെഡോസ് റിസോർട്ടിലൊക്കെ പോയി അടിച്ചു പൊളിച്ചിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഇവര് പോവാൻ വേണ്ടി പോയാണ്. ഈ അടുത്ത് തന്നെ 12-ാം തീയതി അല്ലെ, 12-ാം തീയതി ഇവരുടെ ഒരു അടിപൊളി ട്രിപ്പ് ഉണ്ട്, ഒരു ലേഡീസ് ട്രിപ്പ് തന്നെയുണ്ട്. അതില് കൊടിയും പിടിച്ച് നടുക്ക് ഫസ്റ്റ് ലേഡീസ് ട്രിപ്പാണ്. കൊടിയും പിടിച്ച് സജുമോൻ ഫ്രണ്ടില്, പിന്നെ ഒരു ജിതു ഉണ്ട് ഇവളുടെ ഒരു കസിൻ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ട്രിപ്പുകൾ അവരെ കൂട്ടുന്നുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൂടുതലും ഞങ്ങൾ പോകുമ്പോ ഇവിടെ നിന്ന് സന്ധ്യയും സബേലിനും അച്ഛനും അമ്മയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പൊ അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. എന്തായാലും വേറെ ഒന്നുമല്ല, ഇപ്പൊ നികിത ചേച്ചി എന്ന് പറയുന്നത് വിപിന. അപ്പൊ അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ വിപിനക്ക് സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അവര് അവൾക്ക് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. അപ്പൊ ഇപ്പൊ വിന്തമ്മളോട് ഒരുമിച്ച് നിൽക്കുന്നു. പക്ഷേങ്കിൽ എല്ലാവരും ഒരേ മൈൻഡല്ല. നമ്മളിപ്പോ ഒരു വീട്ടിലുണ്ടാവുന്ന 4 പേരും 4 മൈൻഡുള്ളവരായിരിക്കും. മനുഷ്യരങ്ങനെയാണ്, എല്ലാവരും പല പല മെന്റാലിറ്റിയാണ് എല്ലാവർക്കും. ചിലവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും അല്ലെ നിഖി? നീ പറയും എന്താണെന്ന്? അങ്ങനെ തന്നെ വീഡിയോയിൽ നിൽക്കാൻ ചിലപ്പോ
വിപിനേച്ചിക്ക് ഇപ്പൊ വരണമെങ്കിൽ ആനന്ദേട്ടനും മക്കളും കൂടെ വരണം. ആനന്ദേട്ടൻ എന്ന് വെച്ചാല് ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ എല്ലാവരും ആനന്ദേട്ടനെ അധികം കണ്ടിട്ടില്ല വിപിനെ ഡിവോഴ്സ് ആയിട്ട് വന്ന് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ വിപിനക്ക് ഭർത്താവില്ലേ എന്നല്ല. ആനന്ദേട്ടൻ അതിലേ പോകുമ്പോ നമ്മള് ഏട്ടാ എന്ന് വിളിച്ച് അങ്ങനെ കാണിക്കുന്നല്ലാണ്ട് ആനന്ദേട്ടൻ അങ്ങനെ വീഡിയോയില് നിക്കാറില്ല. പറ്റൂല നമുക്കെല്ലാം. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക അതൊന്നും വലിയ ഇഷ്ടമുള്ളവരൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതെ, നമ്മളോട് തന്നെ എത്ര പേര് വീഡിയോ കാണുമ്പോ വീഡിയോ എടുക്കല്ലേ, നമ്മള് വീഡിയോ എടുത്ത് അഥവാ അറിയാണ്ട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഇപ്പറായിരിക്കും ചിലപ്പോ എടുക്കുന്നത്, അപ്പുറം നിൽക്കുന്നവരെ നമ്മൾ ചിലപ്പോ വീഡിയോയിൽ എടുക്കുന്നേ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മളെ വീഡിയോ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണേ എന്ന് പറയുന്ന ആൾക്കാരല്ല, അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അതുപോലെ തന്നെ ആൻഡേട്ടൻ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ നിൽക്കാനൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പൊ പുള്ളിക്ക് ഇവിടെ ഇങ്ങനെ നാട് കാര്യങ്ങളൊക്കെ അതൊക്കെ വർക്ക് അങ്ങനെയൊക്കെ പരിപാടി. അപ്പൊ വിപിന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിപിനെ മാത്രം നമുക്ക് വിളിച്ചിട്ട്, അപ്പൊ നമ്മളെന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകുമ്പോ പെട്ടെന്നൊരു വിളിയാ, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, എവിടെയെങ്കിലും ചിലപ്പോൾ പെട്ടെന്നൊരു വീഡിയോന്റെ ആവശ്യമായിട്ട് ഒരു പ്രൊമോഷനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിക്കുമ്പോ ഓടി വരുന്നത് വേഗം സൺഡേ സബേളിന് അങ്ങനെ കുഴപ്പമില്ല, നമ്മളോടൊപ്പം മിങ്കിൾ ചെയ്ത് വീഡിയോയിലൊക്കെ നിൽക്കുന്നതായതുകൊണ്ട് വിളിച്ചു കഴിയുമ്പോ അവര് ഓക്കെ ആണെങ്കിൽ അവരെ കൂട്ടി പോകും. അങ്ങനെയുള്ളൂ. പിന്നെ അളിയൻ എന്ന് വെച്ചാല് എനിക്ക് പോകുമ്പോ 2 ഗുണമുണ്ട്. കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റും. അളിയനെ കൂട്ടി പോയാലും ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ കൂടുതൽ അവരെ വിളിക്കേണ്ട മെയിൻ കാരണം അളിയൻ വണ്ടി ഓടിച്ചോളൂ. അപ്പൊ എനിക്ക് അത്യാവശ്യം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പിന്നെ നികിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കണം. അപ്പൊ അതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്. അതാകുമ്പോ അവര് നമുക്ക് ഇന്ന് പോകണം എന്ന് പറയുമ്പോ പെട്ടെന്ന് അവര് നമുക്ക് പോവാന്ന് പറയും. അപ്പൊ അവര് ഓടി വരും. പിന്നെ അന്തേട്ടന് അവരൊന്നായിട്ട് നമ്മൾ പോവാതിരുന്നിട്ടൊന്നുമില്ല. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതിന് മുന്നേ എല്ലാം നമ്മൾ പോയിട്ടുണ്ട്. മധുര, പഴനി, അങ്ങനെ മക്കളെ ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പെട്ടെന്നായിരിക്കും വരിക, നമുക്ക് പോകേണ്ട ട്രിപ്പ് എല്ലാം പെട്ടെന്നായിരിക്കും വരിക. ഏട്ടൻ ചിലപ്പോ വെളുപ്പിന് പോയിട്ടുണ്ടാവും, മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല പോകുന്നത്. അപ്പൊ ചിലപ്പോ പെട്ടെന്ന് വിളിച്ചു കഴിയുമ്പോ സൺഡേ നാളെ ഒരു ട്രിപ്പ് ഉണ്ട് പോവാൻ നിങ്ങൾ വരുന്നേക്കുമ്പോ അവര് അവര് വരും, അവരവിടെ നിന്ന് ഇങ്ങോട്ട് സ്കൂട്ടി എടുത്ത് വരും, നമ്മള് പോകും. പിന്നെ വേറൊരു കാര്യം ഇതിനോടൊപ്പം പറയാം. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട് കുറെ പേര്. അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് നിങ്ങളൊക്കെ പോയപ്പോ ചോദിക്കും എന്റെ സൻഡനെ കൂട്ടാഞ്ഞെന്ന് ചോദിക്കും. ഇപ്പൊ നികിന്റെ കസിൻസും ഫാമിലിയൊക്കെ ആയിട്ട് കഴിഞ്ഞ ട്രിപ്പിൽ പോയപ്പോ ഒരുപാട് കമന്റ്സ് ഉണ്ടായി. സൻഡനെ എന്താ കൂട്ടാഞ്ഞത്, സൻഡനെ കൂടി കൂട്ടാമായിരുന്നില്ലേ, എന്നാൽ നല്ലതായിരിക്കും ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. എന്നാലും ഞാൻ പറയാം, അതായത് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഒരു ഭാര്യ ഭർത്താവ് ചിന്തിച്ചോ, ഇപ്പൊ നികിട ഫാമിലി എന്ന് പറയുമ്പോ അതിൽ ഇപ്പൊ ഇവളുടെ അച്ഛനമ്മ വിപിനെയൊക്കെ ആയിട്ട് സൻഡക്ക് കമ്പനി ഉണ്ടാവും. പക്ഷെ ഇവളുടെ കസിൻസ് ഒക്കെ ഇല്ലേ, ഇവളുടെ കസിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവര് വേറെ തന്നെ ഫാമിലിയാണ്. സൺഡേ ആയിട്ട് അവർക്ക് എന്താ റിലേഷനൊന്നും ഇല്ലല്ലോ. കാരണം നികിട ഭർത്താവ് എൻ്റെ പെങ്ങള് സൻഡ എന്ന് വെച്ചിട്ട് എൻ്റെ പെങ്ങളും നികിട കസിൻസും തമ്മിൽ റിലേഷനോ അവര് തമ്മിൽ ഒരുമിച്ച് കൂടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കും, ഇപ്പൊ നമ്മുടെ മക്കളുടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ട്, അങ്ങനെ ഇപ്പൊ ദുർഗയുടെ ഇന്ദ്രുവിന്റെ ഒക്കെ എന്തെങ്കിലും പരിപാടി നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രണ്ടാളുടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നത്, അപ്പൊ ഇവളുടെ ബന്ധുക്കളും എന്റെ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടും. അല്ലാതെ കണ്ടിട്ട് ഇപ്പൊ നമ്മൊരു ട്രിപ്പ് പോകുമ്പോൾ നികിട ആൾക്കാർ പോകുമ്പോ അവിടെ സൺഡേ വരേണ്ട ആവശ്യമില്ല. കാരണം സൺഡേയും നികിട ആൾക്കാരും തമ്മിൽ റിലേഷൻ ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നികിട റിലേഷനിലുള്ള ആൾക്കാർ വരേണ്ടതില്ല. അവിടെയും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ നിങ്ങളിങ്ങനെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന പോലെ തോന്നുമെങ്കിലും നമ്മളെല്ലാവരും ഓരോരോ കുടുംബങ്ങളല്ലേ. അപ്പൊ അതില് കൂടേണ്ടവർ മാത്രം നമ്മളെപ്പോഴും അങ്ങനെ ഒരുമിച്ച് കൂടുള്ളൂ. അല്ലാത്തപ്പോ ഓരോ കാറ്റഗറി ഉണ്ടാവും. നികിട ഫാമിലി കസിൻസ് അങ്ങനെ ഒരു കാറ്റഗറി, ഇവിടെ ഇങ്ങനെ ഒരു കാറ്റഗറി, അങ്ങനെ എല്ലായിടത്തും ഉള്ളതല്ലേ. നമ്മളെ മക്കളെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ ചേച്ചിന്റെ ഭർത്താവ്, മക്കള്, അങ്ങനെ എന്റെ ബന്ധുക്കള് അവരെല്ലാവരും കൂടും. ഇല്ലെങ്കിൽ ഇപ്പൊ ഓപ്പേന്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കുമ്പോ ചിലപ്പോ അവർക്ക് വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവൂല. ഇപ്പൊ എന്റേതുമായിട്ട് എന്തെങ്കിലും എന്റെ മക്കളതുമായിട്ടോ എന്തെങ്കിലും ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടേണ്ടതും വരേണ്ടതും ആവശ്യം അങ്ങനെയാണല്ലോ പൊതുവെ. നമുക്ക് ഇപ്പൊ സൻഡൊക്കെ ശരിക്കും പറഞ്ഞാൽ വിപിനായിട്ട് പണ്ടേ കമ്പനി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് അടുത്ത് നിന്നുള്ള കമ്പനി ഉള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് സൻഡൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികിട വീട്ടിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള കല്യാണം, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വരണ്ടൂ. അല്ലാതെ സൻഡക്ക് ചേട്ട കല്യാണം കഴിച്ച ഭാര്യന്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. നോർമലി ഇല്ല, അത്യാവശ്യങ്ങൾക്ക് മാത്രമേ വേണ്ടൂ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ കൂടിക്കഴിയേണ്ട കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് ട്രിപ്പ് പോകുമ്പോഴും ആ ട്രിപ്പ് പോകുമ്പോ സൻഡനെ കൂട്ടേണ്ട ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണത് എല്ലാ കുടുംബങ്ങളിലും ഉള്ളതല്ലേ.
ഈ ഫാമിലിയും ആ ഫാമിലിയും ഒന്നിച്ചും പോയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാതിരുന്ന സമയങ്ങളിലെല്ലാം മക്കളെ ആവശ്യങ്ങൾ. ഇനിയിപ്പോ നമ്മള് ഒരു മൂകാംബിക ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്രാവലറിൽ. അത് രണ്ട് ഫാമിലി ഒരുമിച്ച്. അപ്പൊ അങ്ങനെ നമുക്ക് പോവാം. അങ്ങനെയെല്ലാം പോകും. അല്ലാണ്ട് ഇങ്ങനെ നമ്മള് കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് അത്യാവശ്യമായി പോകുമ്പോ എല്ലാവരുമായിട്ട് പോവാനും പറ്റൂല. അപ്പം അത്യാവശ്യം വേണ്ടവര് കൂട്ടും. അങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. സംസാരിക്കാനാണെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് തന്നെ ഇപ്പൊ നല്ല ലെങ്ത് ആയി തോന്നുന്നു. കുറെ ആയി ഇങ്ങനെ ഒരു വീഡിയോ വെറുതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിടണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് സംസാരിച്ചത് അല്ലെ. നികിയുടെ ഒരു ശാന്തമായിരുന്നു മനസ്സ്. നമ്മൾ എന്തുണ്ടെങ്കിലും നിങ്ങളോട് തുറന്നു പറയാറുണ്ട് അല്ലെ. നമ്മുടെ കാര്യങ്ങള്, ഇന്ദ്രുവിന്റെ സിനിമേന്റെ കാര്യം ഒന്ന് വെറുതെ ഓടിച്ചിട്ട് പെട്ടെന്ന് പറയാം. 2 സിനിമ ചെയ്യുന്നവരും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒന്ന് നമ്മുടെ സലീം അഹമ്മദ് സാറിൻ്റെതാണ്. പത്തേമാരി ആദാമിന്റെ മകൻ അബുവിന്റെ ഒക്കെ ഡയറക്ടർ സലീം സാറിന്റെ പുതിയൊരു മൂവിയാണ്. പേര് അന്ന് ചോദിച്ചിരുന്ന എല്ലാവരും പേര് ഇപ്പോഴും കൃത്യമായിട്ട് ഇട്ടിട്ടില്ല. അവർ പുറത്ത് പറയാനായിട്ടില്ല പേര്. ആവുമ്പോ തീർച്ചയായിട്ടും പറയും. അപ്പൊ ആ മൂവിയുടെ ഷൂട്ട് ഇപ്പൊ ഏറെക്കുറെ ഫിനിഷായി. ഇനി കുറച്ച് ന്യൂട്ടൺ സിനിമാസ് ആണ് അതിന്റെ ന്യൂട്ടൺ സിനിമ ആണ് അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ സിനിമയുടെ ഷൂട്ട് ഏറെക്കുറെ ഇനിയിപ്പോ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അത് കൂടി കഴിഞ്ഞാൽ അതിന്റെ തീർന്നു. പിന്നെ നമ്മുടെ ടിക്കി ടാക്ക ആസിഫ് അലിന്റെ, അപ്പൊ അതിൽ ആസിഫ് അലി മാത്രമല്ല, ആസിഫ് അലി, നസ്ലിൻ, അങ്ങനെ കുറെ പേരുണ്ട് അതില്. കുറെ പേരുണ്ട് അതിൽ, വലിയൊരു പടാ അത്. അപ്പൊ അതിന്റെ ആസിഫ് അലിന്റെ കുട്ടിക്കാലമാണ് മോൻ ചെയ്യുന്നത്. ആസിഫ് അലി അതിനകത്ത് ഇവന്റെ അപ്പനായിട്ടും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളത് നല്ല റോളുകളാണ്, ഒരുപാടുണ്ടെന്നല്ല, ഉള്ളത് നല്ലതാണ്. ഉള്ളത് നമ്മുടെ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട്, ഇന്ദ്രുവിന്റെ ഭാഗ്യം എല്ലാം കൊണ്ട്, സപ്പോർട്ട് കൊണ്ടും 2 സിനിമകളിലും ഇന്ദ്രു ചെയ്തേക്കുന്നത് നല്ല കാര്യങ്ങളാണ്. അപ്പൊ സിനിമ വരുമ്പോ അറിയിക്കാം. എല്ലാവരും സ്വന്തം നിങ്ങളുടെ കുടുംബത്തിലെ അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ മോനെ പോലെ ഒക്കെ കണ്ട് എല്ലാരും പോയി സിനിമ കാണണം. ഞാൻ ഡേറ്റ് ഒക്കെ അറിയിക്കും. അങ്ങനെ നിങ്ങൾ കാണുന്നത് എപ്പോഴും ഇന്ദ്രുവിനെ ദുർഗനെയൊക്കെ. എന്നാലും അപ്പൊ അതാണ് സിനിമേന്റെ കാര്യങ്ങൾ. ടിക്കറ്റാക്കിന്റെ ഷൂട്ട് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. ഇന്ദ്രുവിന്റെ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇന്ദ്രുവിന്റെ റോളുകൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പൊ അതാണ് സിനിമേന്റെ അപ്ഡേഷൻ. ബാക്കി അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഇനി വഴിയെ അറിയിക്കാം. അപ്പൊ ഇപ്പൊ മക്കള് വരാൻ സമയമായിട്ടുണ്ട്, അവരെ പോയി ഒന്ന് കൂട്ടണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. ഇതുപോലെ നമ്മൾ സമയം കിട്ടുമ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞത് യോജിക്കാത്ത ആൾക്കാരുണ്ടാവും. നമ്മൾ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് നമ്മൾ പറയുന്നില്ല. ഞങ്ങളിപ്പോ ഈ പറഞ്ഞതിലും തെറ്റുകൾ ഉണ്ടാവാം. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും നമുക്ക് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക ഇനിയും. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി മുന്നോട്ട് പോയി. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഇതുപോലെ രേഖപ്പെടുത്തണം. അതെ, പക്ഷെ മറ്റു വിമർശനങ്ങൾ അതല്ല. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു അല്ലേ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ അല്ലെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എപ്പോഴും സ്നേഹം മാത്രം. ഇത് നെഗറ്റീവ് കമന്റ്സിനോ അല്ലെങ്കിൽ നമ്മളെ അറിയാനുള്ള താല്പര്യമുള്ളവർക്കും കൂടി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.